ഹലോ ഹാപ്പി വെൽക്കം ടു PVN ഇംഗ്ലീഷ് ക്ലാസ് വൺസ് അഗെയിൻ. നിങ്ങൾക്കറിയാം NIOS +2 2024 സെപ്റ്റംബർ ഒക്ടോബർ ബാച്ചിന്റെ പരീക്ഷ ഈ മാസം 29-ാം തീയതി മുതൽ സമാരംഭിക്കുകയാണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റംബർ ബാച്ചിന്റെ പരീക്ഷയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഇംഗ്ലീഷിന് സ്കോർ ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളൊരു റിവിഷൻ ക്ലാസ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ ഈ റിവിഷൻ ക്ലാസ് ഓരോ പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ പാഠത്തിന്റെ സംക്ഷിപ്ത രൂപം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാഠങ്ങളുടെയും ക്ലാസ്സുകൾ ഇതിനു മുമ്പേ നമ്മൾ ഓരോ വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുക മാത്രമല്ല പരീക്ഷയുടെ തൊട്ട് മുമ്പേ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മൾ കുറച്ച് വേഗതയിൽ നമ്മൾ ഈ ഓരോ പാഠങ്ങളുടെയും റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് 6ാമത്തെ പാഠത്തിന്റെ റിവിഷൻ ക്ലാസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. 6ാമത്തെ പാഠം എന്ന് പറയുന്നത്, അതായത് പുതിയ ബൈഫർക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള പരീക്ഷ ഓറിയന്റഡ് ആയിട്ടുള്ള പരീക്ഷ ക്ലാസിന്റെ ഇംഗ്ലീഷിന്റെ ആദ്യത്തെ ചാപ്റ്റർ കൂടിയാണ് 6ാമത്തെ പാഠം എന്ന് പറയുന്നത്. അവിടെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള ഒരു കവിതയാണ് ഇത്. നിങ്ങൾക്കറിയാം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ളത് കമലാദാസിന്റെ ഒരു കവിതയാണ്. അത് നിങ്ങൾക്കറിയാം. കമലാദാസ് മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷിൽ കമലാദാസ് എന്നും കമല സൂരയ്യ എന്ന പേരിലും ഒക്കെ 1934 ജനിക്കുകയും അങ്ങനെ 2009 മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിലെ വൺ വെരി ഗുഡ് ഇന്ത്യൻ റൈറ്റർ ആയിരിക്കുന്ന കമലാദാസിന്റെ അതിശ്രേഷ്ഠമായ ഒരു കവിതയാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള എന്റെ മുത്തശ്ശിയുടെ വീട് എന്ന്. ഇവിടെ ഒരു നഷ്ടബോധ കവിതയാണ് കവിയുടെ പറയുന്നത്. തന്റെ നമുക്കൊക്കെ കുട്ടിക്കാലത്തിൽ പലതും നഷ്ടബോധം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് അയവിറക്കിക്കൊണ്ട് അത് മെമ്മറൈസ് ചെയ്തുകൊണ്ട് അവരെഴുതിയ കവിയത്രി എഴുതിയ ഒരു കവിതയാണ് എന്റെ മുത്തശ്ശിയുടെ വീട് എന്നുള്ളത്. അപ്പൊ ഇത് അങ്ങ് വിവാഹിതയൊക്കെ ആയതിനു ശേഷം അങ്ങ് കൽക്കത്തയിലൊക്കെ ഔദ്യോഗിക ജീവിതമൊക്കെ നയിച്ച് തന്റെ ഭർത്താവിന്റെ കൂടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ എഴുതിയ കവിതയായിരിക്കാം ഇത്. ഏതായാലും കേരളക്കരയെ കുറിച്ച് വിദൂര ഗ്രാമം എന്ന് പറഞ്ഞതിന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കവിതയിലേക്ക് വേഗം പോവുകയാണ്. നോക്കും, ഇവിടെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഓരോ വരിയുടെയും അർത്ഥം വളരെ സ്പഷ്ടതയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചോദിക്കുന്നു നിങ്ങളുടെ കമലാദാസ്, ആൻഡ് വാട്ട് ആർ ദ തിങ്സ് യുവർ ഗ്രാൻഡ് മദർ ഡിഡ് ഫോർ യു വെൻ യു ആർ ചൈൽഡ്. നിങ്ങൾ കൊച്ചുകുട്ടിയാകുമ്പോൾ നിങ്ങളെ മുത്തശ്ശി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്തു തരാറ് എന്നുള്ളത് അല്ലെ. നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ ഉണ്ട്. അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയവിറക്കാവുന്ന സ്മരിക്കാവുന്ന പല കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ഗ്രോണപ്പ് ആയതിനു ശേഷം വളരുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓർക്കാവുന്ന മൂല്യാധിഷ്ഠിതമായ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മുത്തശ്ശി ചെയ്തു തരാറ്? വാട്ട് മെമ്മറീസ് ഡു യു ഹാവ്? നിങ്ങൾക്ക് എന്ത് സ്മരണയാണ് യു ഹാവ് ഓഫ് ദ ടൈം യു സ്പെൻഡ് വിത്ത് അവരുടെ കൂടെ നിങ്ങൾ ചെലവഴിച്ചത് എന്തെന്ത് സ്മരണകളാണ് നിങ്ങൾക്കുള്ളത്? അതാണ് ഈ കവിതയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. കമലാദാസിന്റെ കുട്ടിക്കാലത്ത് കമലാദാസ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ജനിച്ചു വളർന്നത് തന്റെ കുടുംബ പൈതൃകമായിരിക്കുന്ന വീട്ടിലെ പശ്ചാത്തലം ഇന്നും അവര് ഓർമ്മിക്കുകയാണ്. അതിൽ ഫസ്റ്റ് വരി നോക്കുക. എല്ലാവരും ബുക്ക് എടുത്തിട്ട് ആ ഓരോ വരികളിലെയും അർത്ഥം സ്പഷ്ടമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. ഇവിടെ പറയുന്നു there is a house now far away. there is a house, അങ്ങ് അവിടെ ഒരു വീടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ബഹുദൂരെയാണ്. there എന്ന് പറയുമ്പോൾ ദൂരത്തെ കാണിക്കുന്നതാണ്. here എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തെ കാണിക്കുന്നതാണ്. there is a house, അവിടെ ഒരു വീടുണ്ടായിരുന്നു. now ഇപ്പോ എങ്ങനെ far away ബഹുദൂരെ വേർ അവിടെ ആ വീട്ടിൽ വൺസ് ഒരിക്കൽ ഐ റിസീവ്ഡ് ലവ്, എനിക്ക് സ്നേഹം കിട്ടിയിരുന്നു. കാരണം പണ്ട് അങ്ങ് കേരളക്കരയില് എനിക്ക് ഒരു പൈതൃകമായ ഞാൻ ജനിച്ചു വളർന്ന ഒരു വീടുണ്ടായിരുന്നു. അവിടെ ഒരിക്കൽ എനിക്ക് സ്നേഹം കിട്ടിയിരുന്നു. പിന്നെ കൊത്തിട്ടാർത്ഥം എന്താ ഇന്ന് അതൊക്കെ എനിക്ക് നഷ്ടമായി എന്നല്ലേ. പക്ഷേ പറയുന്നു എനിക്ക് സ്നേഹം പകർന്നു തന്നിരിക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ദാറ്റ് വുമൺ ഡൈഡ്, ആ സ്ത്രീ മരിച്ചുപോയി, ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. കാരണം മുത്തശ്ശിമാരും ആരും നമ്മുടെ കൂടെ എക്കാലമൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പൊ ഇവിടെ പറയുകയാണ് എനിക്ക് സ്നേഹം വാരിക്കോരി തന്നിരുന്ന എന്റെ മുത്തശ്ശി ഇപ്പോ ഡൈഡ്, പാസ്ഡ് അവേ, മരിച്ചുപോയി. പക്ഷെ ആ മെമ്മറി നമുക്ക് കൊച്ചുകുട്ടിയാകുമ്പോ നമ്മളെ ചോറ് പിന്നെ അല്ലെങ്കിൽ ഊട്ടിയ ആ അമ്മമാരും മുത്തശ്ശിമാരും നമ്മളെ ഓർത്തിരിക്കും. ആ സ്ത്രീ ഒരുപാട് നമുക്കറിയാം. ലവ് എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത് ഷുഡ് ബി ഗിവൺ, ഷുഡ് ബി ആക്സെപ്റ്റഡ് എന്നാണ്. സ്നേഹം ദാതാവായിട്ട് നൽകാൻ ഒരാളും വേണം, സ്നേഹം സ്വീകർത്താവായിട്ട് ഒരാളും വേണം. അക്കാലത്ത് എനിക്ക് സ്നേഹം തരാൻ എന്റെ മുത്തശ്ശി ഉണ്ടായിരുന്നു, സ്വീകർത്താവായിട്ട് ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്ത്രീ മരിച്ചുപോയി. എന്നിട്ട് എന്താ ഉണ്ടായത്? എന്റെ മുത്തശ്ശിയുടെ മരണത്തെ തുടർന്ന് ദ ഹൗസ്, ആ വീട്, വിഡ് ഇൻ ടു സൈലൻസ്, പരിപൂർണ നിശബ്ദയിലേക്ക് പിൻവലിയപ്പെട്ടു. മാത്രമല്ല സ്നേക്സ് മൂവ്ഡ് എമംഗ് ബുക്സ്, ഞങ്ങളുടെ
ഹോം ലൈബ്രറിയില്, വീട്ടിലെ അലമാരയിലെ ബുക്കുകളുടെ ഇടയിലൂടെയൊക്കെ പാമ്പുകൾ വരെ ഇരച്ചു കയറാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ വീട് ഇന്ന് അന്യാധാനപ്പെട്ടുകൊണ്ട് ആരും ടേക്ക് കെയർ ശ്രദ്ധിക്കാനില്ലാതെ ഒരു വീടായി മാറിയിരിക്കുകയാണ്. അവിടെ ബുക്കുകളുടെ ഇടയിൽ പോലും പാമ്പുകൾ ഇരച്ചു കയറുന്നു. ഐ വാസ് ദെൻ, ഞാൻ അക്കാലത്ത് ടു യങ് ആയിരുന്നു. അന്ന് പ്രതികരണശേഷിയില്ലാതെ കേവലം ഒരു സാക്ഷിയായി നിന്നുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ അന്ന്. ടു യങ് വളരെ ചെറുപ്പമായിരുന്നു അന്ന് എനിക്ക് പ്രതികരിക്കാനില്ല പറ്റാത്തൊരു കാലഘട്ടം എന്ന്. എന്തിനെ ടു റീഡ്, വായിക്കാനും അത് സാഹിത്യം ഉൾക്കൊള്ളാനും മാത്രമല്ല. ആൻഡ് മൈ ബ്ലഡ് ടേൺഡ്, അന്ന് എന്റെ രക്തം ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ, ചന്ദ്രനിൽ എന്ന പോലെ തണുത്തുറഞ്ഞതായിരുന്നു. എന്നാൽ ശീതരക്തമായിരുന്നു എനിക്കന്ന്. ഹോട്ട് ബ്ലഡ് അല്ല. ഹോട്ട് ബ്ലഡ് ആകുമ്പോൾ നമ്മൾ ചൂടാവും, പ്രതികരിക്കുകയൊക്കെ ചെയ്യും, ഇമോഷൻ ഉണ്ടാവും അല്ലേ. പക്ഷെ അന്ന് എന്റെ ബ്ലഡ് കോൾഡ് ആയിരുന്നു, തണുത്ത് മരവിച്ചതായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ ഒരു ഇത് പറയാം, ഫ്രേസ് ഉപയോഗിക്കുന്നുണ്ട്, ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിക്കുന്നുണ്ട്. അത് സിമിലിയാണ്. സിമിലിയാണ് ലൈക്ക് ആസ് എന്നൊക്കെ പറഞ്ഞ സിമിലിയാണ്. ഒന്നിനൊന്നോട് സാദൃശ്യം സിമിലിയാണെന്ന്. അപ്പൊ ആ ലൈനിലൊരു സിമിലി പറയുന്നുണ്ട്, ലൈക്ക് എന്ന് പറഞ്ഞ പോലെ, ചന്ദ്രനിൽ എന്ന പോലെ എന്നുള്ളത്. അപ്പൊ ഒരു വർണ്ണത്തിന് ആവരണത്തോട് അഭേദം കൽപ്പിക്കുകയാണെങ്കിൽ അത് സിമിലിയാണ്. ഇപ്പൊ എന്റെ രക്തം ചന്ദ്രനിലെ തണുപ്പ് പോലെ തണുത്തുറഞ്ഞതായിരുന്നു. ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഗോയിങ്. എന്നിട്ട് കവി പറയാണ്, എത്രമാത്രം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്നോ. ഹൗ ഓഫൺ തന്നെ പലപ്പോഴായിട്ട് അത് തിങ്ക് ഓഫ് ഗോയിങ് ടു ദാറ്റ് കേരള, എനിക്ക് ആ കേരളത്തിലേക്ക് പോകണമെന്നും അവിടെ ഞാൻ ജനിച്ചു വളർന്ന ആ മണ്ണിലേക്ക് എനിക്ക് വീണ്ടും കാൽകുത്തണമെന്നും ഞാൻ എത്രയോ കൊതിച്ചതായിരുന്നു. അല്ലെങ്കിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക്, ഓഫൺ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്ന്. അവിടെ എന്തിനാണ് ഞാൻ അവിടെ പോകുന്നത് ചോദിച്ചാൽ, അവിടെ ടു പീർ, തുറച്ചു നോക്കാൻ, ത്രൂ ദ ബ്ലൈൻഡ് ഐസ് ഓഫ് ദ വിൻഡോ, അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു വീടിന്റെ ജനവാതിൽ എന്ന് പറയുന്ന വീടിന്റെ കണ്ണാണല്ലോ. അപ്പോ ആ വീടിന്റെ ജനവാതിൽ ഇന്ന് മുത്തശ്ശിയുടെ അഭാവത്തിൽ അത് അടഞ്ഞു കിടക്കുകയാണ്. അതിന്റെ വിടവിലൂടെ ആ റൂമിന്റെ അകത്തളത്തിലേക്ക് ഒന്ന് തുറിച്ചു നോക്കണം എനിക്ക്. പീർ മീൻ ലുക്ക് ത്രൂ എന്നാണ്, തുറിച്ചു നോക്കുക വിടവിലൂടെ. ത്രൂ ദ ബ്ലൈൻഡ് ഐസ് എന്ന, ബ്ലൈൻഡ് ഐസ് ആണ് അന്തമാലക്ക അടച്ചു പൂട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു കുരുട രൂപത്തിലിരിക്കുന്ന ആ വാതായനങ്ങളിലൂടെ നോക്കണം. ഓർ അല്ലെങ്കിൽ വേറെന്തിനാ എനിക്ക് അവിടെ പോകാൻ ആഗ്രഹം? ജസ്റ്റ് കേവലം ലിസൺ, ശ്രദ്ധിക്കാൻ ടു ദ ഫ്രോസൺ എയർ, അവിടെ മരവിച്ച് കിടക്കുന്ന അന്തരീക്ഷത്തെ, ഇവിടെ എയർ എന്നാണ് വായു എന്നല്ല, ഫ്രോസൺ എന്നാണ് മരവിച്ച് കിടക്കുന്ന, ഫ്രോസ് എന്ന മരവിച്ച് കിടക്കുന്ന ആ വായുവെ ഒന്ന് ആലോചിക്കുന്നതിന് വേണ്ടി അവിടെ പോകാന്. ഓർ അല്ലെങ്കിൽ ഇൻ ദ വൈൽഡ് ഡെസ്പെയർ, വന്യമായ നിരാശയില്, പിക്ക് ആൻ ആംഫുൾ, ഒരു കൈക്കുമ്പിൾ നിറയെ കോരിയെടുക്കുക. ആംഫുൾ എന്ന് പറഞ്ഞാൽ ഒരു കഴി നിറയെ കോരിയെടുക്കുക. എന്ത്? ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്, കൂരിയിട്ട്. എന്തിന്? അതൊക്കെ ഒരു അലങ്കാരിക പ്രയോഗമാണ്. കോരിയെടുക്കാൻ ചോദിച്ചാൽ കിട്ടുമെന്നില്ല, അത് വേറെ കാര്യം. അപ്പൊ അവിടെ ശോകമുഖമായിരിക്കുന്ന അന്തരീക്ഷത്തെ ഒരു കൈക്കുമ്പിൾ നിറയെ കോരിയെടുത്ത് ടു ബ്രിങ് ടു ഹിയർ, ഇവിടെ കൊണ്ടുവരാൻ, ടു ലൈ ഇടാൻ, ഇവിടെ കൽക്കത്തയിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിടണം എനിക്ക്. ടു ലൈ ഇടാൻ, ഇവിടെ കൊണ്ടുവന്ന് ഇടണം എനിക്ക്. എവിടെ? ബിഹൈൻഡ് മൈ ബെഡ്റൂം, എന്റെ ബെഡ്റൂമിന്റെ അടിയിൽ കൊണ്ടിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തിന്? ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്. ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണുക. അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്ന രീതിയിലാണ് ഇപ്പൊ ഈ ഓടിച്ച് നടക്കുന്നത്. ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്, പ്രസവിച്ച് കിടക്കുന്ന പട്ടിയെ. ബ്രൂഡ് എന്ന് വെച്ചാൽ അടയിരിക്കുന്നതാണ്. അപ്പോ അടയിരിക്കുന്ന പട്ടിയെ പോലെ എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന ഒരു പട്ടി. ഈ ബ്രൂഡിംഗ് ഡോഗ് എന്നാൽ അതിന് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ അതിന്റെ കുട്ടികളെ പരീക്ഷിക്കുന്നതിന്റെ കാരണം, ഒരു പെറ്റ് കിടക്കുന്ന പട്ടിയുടെ അടുത്തേക്ക് പോന്നാൽ ചീറ്റപ്പുലി അത് നമ്മളെ കടിക്കാൻ വരും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും സശ്രദ്ധം, ഒരു പ്രസവിച്ച് കിടക്കുന്ന പട്ടി അല്ലെങ്കിൽ നായ ഏതുപോലെ, നായല്ല പട്ടി ഏതുപോലെ അതിനെ കുഞ്ഞുങ്ങളെ വീക്ഷിക്കുന്നുവോ ശ്രദ്ധിക്കുന്നുവോ, അതുപോലെ എന്റെ അമ്മയുടെ ആ ഓർമ്മകളാകുന്ന കൂരിരുട്ടിനെ വാരിക്കോരി ഇവിടെ കൊണ്ടിട്ടാൽ അത് വിരിഞ്ഞ് പൊന്തിക്കോളും. എന്നിട്ട് പറയുകയാണ്, ഡോഗ്, യു കാനോട്ട് ബിലീവ് ഡാർലിംഗ്, എന്റെ പ്രിയതമ, നിങ്ങൾക്കൊന്നും വിശ്വാസമാണ്. ഇവിടെ കവി ആരോടോ അഡ്രസ് ചെയ്തിട്ടാണ് ഡാർലിംഗ് എന്ന് പറയുന്നത്. പ്രിയതമ എന്നാ പറയുന്നത്, പ്രിയതമേ എന്നും പ്രിയതമ എന്നൊക്കെ പറയപ്പോ യു കാനോട്ട് ബിലീവ്, നിനക്ക് ഇതൊന്നും വിശ്വാസയോഗ്യമല്ല, കാരണം ഞാൻ പറയുന്നൊന്നും ഒരു പക്ഷെ നിനക്ക് വിശ്വാസം. അപ്പോൾ കവി ആരോട് അഡ്രസ് ചെയ്യുന്നു? മേ ബി ഹർ ഹസ്ബൻഡ്, ഒരു പക്ഷെ അവരുടെ ഹസ്ബൻഡിനോടായിരിക്കാം, വ്യക്തമായി കവി പറയുന്നില്ല. അതുകൊണ്ട് നിനക്കിതൊന്നും പറഞ്ഞാൽ എന്റെ പ്രിയതമ വിശ്വസിക്കില്ല. കാരണം എന്ത് വിശ്വസിക്കില്ല? യു കനിയു, നിനക്ക് പറ്റുമോ? കനിയു വിശ്വസിക്കാൻ പറ്റുമോ? ദാറ്റ്, അതായത് ഐ ലിവ്ഡ്, ഞാൻ ജീവിച്ചു ഇൻ സച്ച് എ ഹൗസ്, ഞാൻ അങ്ങനത്തെ ഒരു വീട്ടിലാണ് ജീവിച്ചതെന്ന് നിനക്ക് എന്റെ പ്രിയതമ നിനക്ക് ഓർക്കാൻ പറ്റുമോ? നമ്മള് ഭാര്യമാരൊക്കെ ഗീർവാണം സംസാരിക്കുന്നല്ല, എന്റെ വീട് അത് കുലമഹിതയുള്ളതാണ്, ഞാൻ അങ്ങനത്തെ ഒരു വീട്ടിലാണ് ജനിച്ചു വളർന്നത്, എന്റെ പ്രിയതമ ഞാൻ അങ്ങനത്തെ കുലമഹിമതയുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്, എന്നെ ഞാനാക്കിയത് എന്നൊരു പക്ഷെ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ലല്ലേ. ആൻഡ് ഐ ലിവ്ഡ് ഇൻ സച്ച് എ ഹൗസ് ആൻഡ് വാസ് പ്രൗഡ്, ഞാൻ വളരെ അഭിമാനിക്കുന്നു, അങ്ങനത്തെ ഒരു വീട്ടിൽ ജനിച്ചതിൽ ഞാൻ പ്രൗഡ്
പ്രൗഡാണ്, അഭിമാനിയാണ്. ആൻഡ് ലൗഡ്, സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ പാസീവ് വോയിസ് ആണ്. ഞാൻ എന്നെ ഒരുപാട് പേര് സ്നേഹിക്കപ്പെടുന്ന ഒരു വീടായിരുന്നു അത് എന്ന് പറഞ്ഞാൽ എന്റെ മുത്തച്ഛനും മുത്തശ്ശിയും അച്ഛനും അമ്മയും ഒക്കെ എന്നെ വാരിക്കോരി സ്നേഹം പകർന്നു തന്നിരുന്ന വീടായിരുന്നു. അങ്ങനത്തെ ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വീണെന്ന് പറഞ്ഞു. ഐ വാസ്, പക്ഷേ ഇപ്പോ എന്റെ അവസ്ഥ നോക്കൂ. ഹൂ, അവൾക്ക് ഹാവ് ലോസ്, നഷ്ടപ്പെട്ടു. ഹൂ ഹാവ് ലോ, ഞാൻ പറഞ്ഞത് ലോസ്റ്റ് നഷ്ടബോധത്തിന്റെ കവിതയാണെന്ന്. ഇപ്പോൾ എനിക്ക് ഹൂ ഹാവ് ലോസ്റ്റ് മൈ വേ, എന്റെ രീതികള്. ആൻഡ് ബെഗ് നൗ, ഇപ്പൊ ഞാൻ യാചിക്കുകയാണ്. ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർ, അപരിചിതന്റെ വാൽക്കൽ കയറിയ ഞാനിപ്പോ ഇറക്കുകയാണ്. സ്ട്രേഞ്ചേഴ്സ് എന്ന ഒരു പരിചയവും ഇല്ലാത്ത ഏതെങ്കിലും അപരിചിതരുടെ വാതിൽക്കൽ ചെന്ന് ടക്ക് മുട്ടുകയാണ്. എന്തിനെ? ടു റിസീവ് ലവ്, സ്നേഹം സ്വീകരിക്കാൻ. ഐ ആം റെഡി ടു റിസീവ് ലവ്, എനിക്ക് സ്നേഹം സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ ഒരുപാട് അപരിചിതരെന്ന് മുട്ടുന്നു. ഐ വാണ്ട് ലവ്, എനിക്ക് സ്നേഹം വേണം. മുത്തശ്ശി പകർന്നത് പോലെയുള്ള ഊഷ്മളതയോട് കൂടിയ സ്നേഹം എനിക്ക് വേണം. അതുകൊണ്ട് തികച്ചും പരിചയമില്ലാത്ത അപരിചിതരുടെ വാതിൽക്കൽ ചെന്ന് ഞാൻ ബഗ് ചെയ്യുന്നു, യാചിക്കുന്നു. പ്ലീസ് ഗീവ് മീ ലവ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്നേഹം കൊടുക്കാൻ ഒരാൾ വേണം, സ്നേഹം സ്വീകരിക്കാൻ ഒരാളും വേണം. അപ്പോഴേ സ്നേഹം പരിപൂർണമാവുള്ളൂ. അപ്പോ അറ്റ്ലീസ്റ്റ് ഇൻ എ സ്മാൾ ചേഞ്ച്, ഏറെക്കുറെ ചെറിയ മാറ്റത്തിന് വിധേയമായിട്ടെങ്കിലും നിങ്ങൾ എനിക്ക് സ്നേഹം തരണമേ എന്ന് ഞാൻ പല ആൾക്കാരെടുത്തും യാചിക്കുകയാണ് ഇന്ന്. അതാണ് എന്റെ അവസ്ഥ. എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് കേരളത്തില് ഞാൻ എന്റെ മുത്തശ്ശിയുടെ വീട്ടിലായിരുന്ന സമയത്ത്. ആഫ്റ്റർ മാരീഡ് ലൈഫ്, വൈവാഹിക ജീവിതം കഴിഞ്ഞ് ഞാൻ ഇങ്ങ് കൽക്കത്തയിലൊക്കെ വന്ന് എന്റെ ഈ ഔദ്യോഗിക ജീവിതത്തിലൊക്കെ വ്യവഹരിക്കുമ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടിയിരുന്ന ആ സ്നേഹത്തിന്റെ പശ്ചാത്തലം, ആ രംഗം എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് കവിതയോട് അവസാനിക്കുന്നു. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ നമ്മൾ ചർച്ച ചെയ്താണ്. നമുക്ക് ഇനി അതിന്റെ കവിതകളാണ്, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമുക്ക് ഏറ്റവും പ്രധാനമുള്ളത്. പരീക്ഷയ്ക്ക് എങ്ങനെ മാർക്ക് കിട്ടാം എന്നുള്ളതിന്റെ. അപ്പൊ ഇതിലെ ചില ചോദ്യങ്ങളൊക്കെ നോക്കും നിങ്ങൾക്ക്. ഈ പദ്യത്തിന്റെ ഏതെങ്കിലും സ്റ്റാൻസ് എന്നിട്ട് അതിന്റെ ബേസിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പൊ ഇവിടെ ക്വസ്റ്റിന്റെ പുറകിലുള്ള ആൻസർ എന്ന് പറയുന്നത് 6.1 വാട്ട് ഹാപ്പൻ ടു ദ ഹൗസ്, ആ വീടിന് എന്ത് പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്രൂ ഇൻ ടു സൈലൻസ്, അത് നിശബ്ദയിലേക്ക് വീണ്ടു അല്ലെ. ആഫ്റ്റർ ഗ്രാൻഡ് മദേഴ്സ് ഡൈഡ്, മുത്തശ്ശി മരിച്ചതിന് ശേഷം ആ വീടിന് എന്താ പറ്റിയത്? അത് ശോകമുഖമായി ആ വീട് തികച്ചും ഒരു കൂരിരുട്ടിലേക്ക് വ്യാപിക്കപ്പെട്ടു. വിഡ്രൂ ഇൻ ടു സൈലൻസ്, നിശബ്ദതയായി. ഞങ്ങൾ ആകെ ആകെ ആഹ്ലാദിച്ചിരുന്ന ഒരു വീടായിരുന്നു അത് എന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ദ പോയിന്റ് നോട്ട് ഏബിൾ ടു റീഡ് ബുക്ക്, എന്തുകൊണ്ടാണ് കവിക്ക് അക്കാലത്ത് ബുക്കുകൾ വായിക്കാൻ പറ്റാത്തത്? ബിക്കോസ് ഷീ വാസ് ടു യങ്, അക്കാലത്ത് അവൾ വളരെ ചെറുപ്പവതിയായിരുന്നു, ഞാൻ ബുക്കൊന്നും വായിക്കാത്ത കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ട് ചോദ്യമാണ്. പിന്നെ എന്ത് സിമിലിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഇവിടെ ഫിഗർ ഓഫ് സ്പീച്ച് എന്താ ഉപയോഗിക്കുന്നത്? സിമിലി, കോഡ് ലൈക്ക് മൂൺ എന്ന് പറഞ്ഞ ഒരു സിമിലിയാണ്. പിന്നെ അടുത്ത സ്റ്റാൻസിൽ നിന്ന് നമ്മൾ ആ ക്വസ്റ്റ്യൻ വരുന്നത് 49ാമത്തെ പേജിൽ. എന്താ 6.2 ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോവിങ്, താഴെ പറയുന്നത് പൂർത്തീകരിക്കുക. ദ പോയിന്റ് വാണ്ട്സ് ടു ഗോ ബാക്ക് ദ ഹൗസ്, കവിക്ക് തിരിച്ച് തന്റെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിന്. ടു പീർ ത്രൂ ദ ബ്ലൈൻഡ് ഐസ് ഓഫ് ദ ഹൗസ്, വീടിന്റെ അടയ്ക്കപ്പെട്ട വാതിലിന്റെ വിടവിലൂടെ അകത്തേക്ക് നോക്കാൻ അല്ലെ. എന്തിന്? ബ്ലൈൻഡ് ഐസ് ഓഫ് ദ. പിന്നെ എന്തിനാണ്? ടു ലിസൺ, ശ്രദ്ധിക്കാൻ. എന്ത് ശ്രദ്ധിക്കാനാ പറഞ്ഞത്? അവിടുത്തെ ഫ്രോസൺ എയറിനെ. പിക്ക്, കോരിയെടുക്കാൻ. എന്ത് കോരിയെടുക്കാനാണ്? ഡാർക്ക്നെസ്, ഒരു കൈക്കുമ്പിൾ നിറയെ അവിടുത്തെ ഡാർക്ക്നെസ് കോരിയെടുക്കാൻ എന്നുള്ളത്. അപ്പൊ അത് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. പിന്നെ ലുക്ക് അറ്റ് ദ ഫ്രേസ് ബ്ലൈൻഡ് ഐസ് ഓഫ് ദ വിൻഡോ, അതായത് അടയ്ക്കപ്പെട്ട വാതായനങ്ങൾ എന്ന് പറഞ്ഞില്ലേ ജനറൽ. അവിടെ വിൻഡോ ഈസ് നോൺ ലിവിങ് ഒബ്ജക്ട്. ഇവിടെ വിൻഡോ ജീവനില്ലാത്ത ഒരു വസ്തുവാണ്. ഞാൻ ഈ കവിതയിൽ പറഞ്ഞു, ഒരു വീടിന്റെ ജനവാതിൽ അതിന്റെ കണ്ണും അതിന്റെ വാതിൽ അതിന്റെ വായുമായി നമ്മൾ സപ്പോസ് ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മളൊരു എന്താ പറയാ പേഴ്സോണിഫിക്കേഷൻ വരുത്തും. അതായത് വ്യക്തി മൂർത്തിഭാവം കൽപ്പിക്കാൻ. അതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ, ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മളുടെ മൂന്നാമത്തെ ചോദ്യം, വൈ ഇസ് ദ എയർ ഇൻ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഡിസ്ക്രൈബ് ഫ്രോസൺ, എന്തുകൊണ്ടാണ് മുത്തശ്ശിയുടെ വീട്ടിലെ വായുവെ മരവിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താ? അവിടെ ഒരു ലിവിങ് മെമ്മറീസ് ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ജീവച്ഛവമായ, അതായത് അവിടെ ഒരു ജീവന്റെ ഊഷ്മളത ഇല്ലാത്തത് കൊണ്ട് ആണ് അങ്ങനെ പറയാൻ കാരണം. പിന്നെ നാലാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് എ ആൻഡ് ബി. ആൻഡ് ആംഫുൾ ഡാർക്ക്നെസ് മീൻ, ഒരു കൈക്കുമ്പിൾ നിറയെ കൂരിട്ട് എന്നുള്ളതിന്റെ അർത്ഥം ഓൾഡ് മെമ്മറീസ് ഓഫ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആണോ, അതായത് തന്റെ മുത്തശ്ശിയുടെ പഴയകാല മെമ്മറികളാണോ, അൺഹാപ്പി ഡേയ്സ്, അസന്തോഷമായ ദിനങ്ങളാണോ, സം ഡാർക്ക് ഒബ്ജക്റ്റ് ആണോ? അല്ല, അതില് ഫസ്റ്റ്. പിന്നെ ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് എന്ന് പറഞ്ഞില്ലേ, പ്രസവിച്ചു കിടക്കുന്ന പട്ടിയെ പോലെ എന്റെ കട്ടിലിന്റെ അടിയിൽ കൊണ്ടിടാനാണ് എന്ന് പറഞ്ഞു. മീൻ, അതിന്റെ അർത്ഥം എന്താ? മെമ്മറീസ് വിൽ ആൾവേസ് റിമൈൻ, അങ്ങനെ കൊണ്ടിട്ടാൽ ആ മെമ്മറി എക്കാലവും ഒരേപോലെ സ്മരിക്കപ്പെടും എന്നുള്ളതാണ്. മെമ്മറീസ് വിൽ ലൈ ആൻഡ് അൺകെയർഡ്, ആ അവിടെ കൊണ്ടിട്ടാൽ പിന്നെ ഈ സ്മരണകൾ അശ്രദ്ധമായി അവിടെ കിടന്നോളും എന്നുള്ളത് കൊണ്ടാണ്. അല്ല, ദ മെമ്മറീസ് ആർ ആസ് ഇമ്പോർട്ടന്റ് ആസ് ഡോഗ്,
പട്ടിയെ പോലെ പ്രാധാന്യമുള്ളതാണോ? അല്ല. അപ്പൊ അതിൽ ഫസ്റ്റില്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തെറ്റോ ശരിയൊക്കെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ഈ ബുക്കിന്റെ പുറകിലുണ്ട്. ഇനി അതേപോലെ ലാസ്റ്റില് വരുന്ന ചോദ്യങ്ങളാണ്. അതായത് വിച്ച് വേർഡ് ടെൽ യു ദാറ്റ് ദ പോയിറ്റ് ഈസ് ടാക്കിംഗ് ടു സംവൺ. ഇവിടെ ഈ കവിതയിലൂടെ കവി ആരോടോ ആണ് സംസാരിക്കുന്നത്. ഏത് ലൈനാ പറയുന്നത്? ഡാർലിംഗ്, പ്രിയതമ എന്ന് പറഞ്ഞ ലൈൻ. ആൻഡ് വാട്ട് ഈസ് ഷീ ടെല്ലിംഗ് ടു ഹിം. എന്താണ് അവനോടോ അവളോടോ? ഡാർലിംഗ് എന്ന് പറഞ്ഞാൽ പ്രിയതമയെന്നും പ്രിയതമ എന്നും പറയാം. അത് ആരോടാണെങ്കിൽ എന്താണ് പറയാനിരിക്കുന്നത്? എനിക്ക് ഒരു കാലത്ത് ഐ റിസീവ് ലവ് ദർ, അതിൽ ഞാൻ പ്രൗഡാണ്, ഞാൻ അഭിമാനവതിയാണ്, എനിക്ക് സ്നേഹം കിട്ടിയിരുന്നു എന്നുള്ളതാണ് അവൾ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ രണ്ടാം ചോദ്യം, ഇൻ ദ ലാസ്റ്റ് 3 lines ഓഫ് ദ പോയം ദ പോയറ്റ് തിങ്ക് ഓഫ് ഹെർസെൽഫ് ആസ് എ ബെഗർ. അവസാനത്തെ ലൈനില് കവി സ്വയം ഒരു ബെഗറെ പോലെ, യാചകനെ പോലെ സ്നേഹത്തിന് ഇറക്കിയാണ് വല്ലതും തരണേ എന്ന് ചോദിക്കുന്നു അല്ലേ. വാട്ട് ഈസ് ഷീ ബെഗിങ് ഫോർ. അവൾ എന്തിനാണ് യാചിക്കുന്നത്, ഇറക്കുന്നത്? ഫോർ ലവ്. എന്തിനാണ് ഇറക്കുന്നത്? ബെഗിങ് ഫോർ ലവ്, സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. വാട്ട് ഡസ് ഷീ മീൻ ബൈ സ്മാൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മാറ്റത്തിന് വിധേയമായിട്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും എനിക്ക് സ്നേഹം തരുമോ? എന്താ മാറ്റത്തിന് വിധേയം? എപ്പോഴും കാമുകനായിട്ട് വേണ്ട, ഭർത്താവായിട്ട് വേണ്ട, സഹോദരനായാലും മതി, സഹോദരിയായാലും അല്ല, അമ്മയായാലും അല്ല, ഏത് രൂപഭാവത്തിലും ഞാൻ സ്നേഹം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന്. അതാണ് ചേഞ്ച്. ദെൻ ഓവറാൾ ക്വസ്റ്റ്യൻ, ഈ കവിതയും ഒന്നിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോഡ് ലൈക്ക് ദ മൂൺ സിമിലി. ഇവിടെ ചന്ദ്രനിൽ എന്ന പോലെ തണുപ്പ് സിമിലി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് കാൻ യു പിക്ക് ഔട്ട് അനദർ സിമിലി ഫ്രം ദ പോയം. ഈ കവിതയിൽ വേറെ സിമിലി പറയുന്നുണ്ട്, പെറ്റ് കിടക്കുന്ന പട്ടിയെ പോലെ എന്ന് പറയുന്നുണ്ട് അല്ലെ. ബ്രൂഡിംഗ് ഡോഗ്, അവിടെയും സിമിലി വന്നു, പോലെ എന്നുള്ളത്. ദെൻ രണ്ട്, ദ പോയറ്റ് തിങ്സ് ഹെർ പാസ്റ്റ്. കവി ഇവിടെ തന്റെ ഭൂതകാലത്തെയാണ് ഓർമ്മിക്കുന്നത്. ഹൗ ഈസ് ഹെർ പ്രസന്റ് ലൈഫ് ഫ്രം ദാറ്റ് പാസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ വർത്തമാന ജീവിതം എങ്ങനെയാണ് ഭൂതകാലത്തിന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? പാസ്റ്റ് തികച്ചും അൺഹാപ്പിയാണ്, ഇപ്പോൾ അവൾക്ക് ഒരു കാലത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നുള്ളത്. ദെൻ മൂന്ന്, പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ പോയം കൺവേ ദ സെൻസ് ഓഫ് ലോസ്. തനിക്ക് നഷ്ടമുണ്ടായി എന്ന് പറയിക്കുന്ന ഒരു സെൻസ്, എനിക്ക് അതെല്ലാം ലോസ്റ്റ് ആയി എന്ന് പറയുന്നില്ലേ, അതന്നെ. ഇതൊക്കെയാണ് നമ്മുടെ ഈ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ചോദ്യങ്ങൾ. പിന്നെ അതിലുപരി നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പരീക്ഷയ്ക്ക് 1 മാർക്കിന്റെ ചോദ്യമുണ്ട്, 2 മാർക്കിന്റെ ചോദ്യമുണ്ട്, പുതിയ ബൈഫർക്കേഷൻ, അതുപോലെ 3-4 മാർക്കിന്റെ ഒക്കെ ചോദ്യമുണ്ട്. ചിലപ്പോ ഈ കവിതയെ കുറിച്ച് നിങ്ങൾക്കൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനൊക്കെ ചോദിച്ചെന്ന് വരും. അപ്പൊ ഈ കവിതയുടെ മൊത്തത്തിലുള്ള ഒരു മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടി വരും. അപ്പൊ അതങ്ങനെ സംക്ഷിപ്തമായിട്ട് അതിനെക്കുറിച്ച് എഴുതുക. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റവും നോട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒന്നാമത്തെ കവിതയിൽ നിന്നുള്ള റിവിഷൻ. ഇത് എത്രയാണ് വരുന്നത്. അപ്പോൾ അതെല്ലാവരും നല്ല ശ്രദ്ധിക്കുക. മാത്രമല്ല NIOSുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസും തുടർന്ന് പരീക്ഷ വരെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും അത് നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. PVN ഗ്ലോബൽ, നമുക്ക് കേരളത്തിൽ ഒരുപാട് കുട്ടികൾ PVN ഗ്ലോബൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കൂടാതെ പലവിധ അക്കാഡമിയിലും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് NIOSുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ നമ്പറിൽ ചോദിച്ചാൽ നമ്മൾ അതിന്റെ, അല്ലെങ്കിൽ കമന്റ്സ് ഇട്ടാൽ നമ്മൾ അതിൽ റെസ്പോൺസ് തരുന്നതാണ്. പിന്നെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, NIOSിൽ പുതിയ കുട്ടികൾ ആരെങ്കിലും ചേരാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ PVN ഗ്ലോബൽ വളരെ ക്ലിയർ ആയ ക്ലാസ് എല്ലാ വിഷയങ്ങൾക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം NIOSും അത് വേണ്ട യഥാസമയം ആ സമയത്ത് തന്നെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ നൽകി പോരുന്നുണ്ട്. ഓക്കെ, ഗുഡ് ബൈ ടു യു. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.